റിപ്പോർട്ടർ ബ്രേക്കിംഗ്. കോഴിക്കോട് ചികിത്സാ പിഴവിനെ തുടർന്ന് 9 വയസ്സുകാരന്റെ കൈവിരലിന്റെ ചലനശേഷി നഷ്ടപ്പെട്ടുവെന്ന് പരാതി. കൊയിലാണ്ടി കുന്നത്തറ സ്വദേശി സനൽ രാജിന്റെ മകനാണ് കൈവിരലിന്റെ ചലനശേഷി നഷ്ടപ്പെട്ടത്. ഫെബ്രുവരിയിൽ കുപ്പിച്ചില്ലുകൊണ്ട് കൈമുറിഞ്ഞതിനെ തുടർന്നാണ് കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയത്. മുറിവ് തുന്നി അന്ന് തന്നെ ആശുപത്രി വിട്ടിരുന്നു. എന്നാൽ 1 മാസത്തിന് ശേഷം കൈവിരലിന്റെ ചലനശേഷി നഷ്ടപ്പെട്ടുവെന്നാണ് പരാതി. വിദ്യാർത്ഥിക്ക് സ്കൂളിൽ പോലും പോകാൻ കഴിയാത്ത അവസ്ഥയാണെന്ന് കുടുംബം പറയുന്നു. ഗ്ലാസ് താഴെ അങ്ങ് വീണുപോയി. അന്നേരം അത് എടുക്കാൻ നോക്കും നേരം കുമ്പിട്ട് അതിൻ്റെ കൈ കുത്തിപ്പോയതാ. അന്നേരം ലേശൊരു മുറിവുണ്ടായിരുന്നു. അന്നേരം ഞങ്ങൾ അടുത്ത ആസ്പത്രി കാണിച്ചു തരുമല്ലോ പറഞ്ഞു, നിങ്ങളിത് വേറെ ഒന്ന് കൊണ്ടൊക്കെ കാണിക്കുന്നതാണ്. അങ്ങനെ കൊയിലാണ്ടി ആസ്പത്രിയിൽ കൊണ്ടുപോയാൽ ഇവരങ്ങോട്ട് പറഞ്ഞത് എത്ര എടുക്കണമെന്ന്. അങ്ങനെ അവിടുന്ന് എത്ര എടുത്തേരാ കുഴപ്പമില്ല എന്ന് പറഞ്ഞ പോലെ 2 തുന്നിട്ട് അത് കഴിഞ്ഞ് ഇവിടെ വന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ തുന്നെടുത്തേരം മോൻ്റെ വിരൽ ഇങ്ങനെ വെച്ചെടുത്ത് തന്നെ ആയിപ്പോയി. തീരെ മടങ്ങുന്നതാകുന്നില്ല. അന്നേരം പിന്നെ ഇവർ ആദ്യം കൊയിലാണ്ടി തന്നെ കൊണ്ടുപോയാലും പറഞ്ഞ പോലെ ഒരു നരമ്പിനെന്തോ പറ്റിയിരിക്കും, അത് പുറത്തുനിന്ന് ചെയ്യുകയാണെങ്കിൽ ലക്ഷക്കണക്കിന് വൃത്തിയ വേണമെന്ന് പറഞ്ഞ പോലെ ആസ്പത്രിയിൽ നിന്ന് പറ്റിയതാണെന്നുള്ള ഡോക്ടർ പറഞ്ഞ പോലെ. ആ തുടക്കത്തിലേ ഞാളെടുത്ത് എത്തിയേക്കും കോളേജിലെ ഡോക്ടർ തുടക്കത്തിലേ ഞാളെടുത്തേക്ക് വന്നിക്കെങ്കിൽ ഇങ്ങനെയൊന്നും ബുദ്ധിമുട്ടില്ല. ഇത് ഫസ്റ്റ് ഷാട്ടോടെ മുറിയുന്നത് ഓന് ഫെബ്രുവരി 15-ാം തീയതിയാണ്. ഫെബ്രുവരി 15-ന് മുറിഞ്ഞ ശേഷം പിന്നെ ഞങ്ങൾ കാണിക്കുന്നത് ഏപ്രിൽ ഫസ്റ്റാണ്. രണ്ടാമത് പിന്നെ അറിയുന്നത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്നുള്ളത് അറിയുന്നത്. മെയിൻ സർജറി ചെയ്യുന്നത് പിന്നെ ജൂൺ 11-ാം തീയതിയാണ്. ജൂൺ 11-ന് ശേഷം ഇതുവരെ ഇങ്ങനെ തന്നെ വീട്ടിൽ ഈ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്. കാരണം പഠിക്കുന്നൊരു കുട്ടിയാണ്, എങ്ങോട്ട് പോകാൻ കഴിയുന്നില്ല, വീട്ടിൽ തന്നെ അടച്ചിരിക്കേണ്ട ഒരു അവസ്ഥയിലാണ്. കയ്യിൻ്റെ വിരൽ ഇപ്പോൾ ഇങ്ങനെ തന്നെ ആയി ഉണ്ടാകുക നിലവിൽ. ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഫിസിയോതെറാപ്പി കൂടെ എന്തെങ്കിലും ആക്കാമെന്നുള്ളൊരു കണ്ടീഷനാണ്. ഒരു ഉറപ്പല്ല പറയുന്നത്. ആരോഗ്യ വകുപ്പ് മന്ത്രി, മുഖ്യമന്ത്രി, കൊയിലാണ്ടി MLA, ബാലുശ്ശേരി MLA, DMO, പിന്നെ കൊയിലാണ്ടി നഗരസഭ ചെയർമാൻ, കൊയിലാണ്ടി ഹോസ്പിറ്റൽ സൂപ്രണ്ട് ഇല്ല, മറുപടി ആരും തന്നിക്കില്ല. ശരത് ചേരുന്നു. ശരത്, വീണ്ടും ചികിത്സാ പിഴവ് ആരോപണം ഗൗരവതരമായ പരാതിയാണ്. ഇതിലിപ്പോൾ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയുടെ ഭാഗത്ത് സംഭവിച്ചിട്ടുള്ള പിഴവ് എന്താണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. റോഷിഷിയാസ്, അതായത് ഫെബ്രുവരിയിലാണ് ഈ സംഭവം നടക്കുന്നത്. കുട്ടി വെള്ളം കുടിക്കുന്നതിന് ഗ്ലാസ് നിലത്ത് വീഴുന്നു. അങ്ങനെ വീണ ഗ്ലാസ് പൊട്ടിയ സമയത്ത് അത് എടുത്തു മാറ്റാൻ ശ്രമിച്ചപ്പോഴാണ് കുട്ടി ഗ്ലാസ്സിലേക്ക് വീണ് കുട്ടിയുടെ കൈ മുറിയുന്ന സാഹചര്യം ഉണ്ടായത്. അതായത് ഇടത് കൈയാണ്, ചെറിയൊരു മുറിവ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. തൊട്ടടുത്തുള്ള ക്ലിനിക്കിൽ ആദ്യഘട്ടത്തിൽ ചികിത്സ തേടി. പക്ഷേ ക്ലിനിക്കിൽ ചെന്ന സമയത്ത് അവർ പറഞ്ഞു എക്സ്റേ എടുക്കേണ്ടത് കൊണ്ട് തന്നെ മറ്റൊരു ആശുപത്രിയിലേക്ക് പോകുന്നതാവും നന്നാവുക എന്ന് പറഞ്ഞു. കയ്യിൽ ചില്ലിൻ്റെയോ മറ്റോ അംശമുണ്ടെങ്കിൽ എക്സ്റേ എടുത്താൽ മാത്രമേ തിരിച്ചറിയാൻ സാധിക്കൂ എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇവർ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടുകയാണ് ഉണ്ടായത്. ആശുപത്രിയിൽ എത്തിയ സമയത്ത് ഇവരുടെ നിർബന്ധപ്രകാരം എക്സ്റേ എടുത്ത് പരിശോധിച്ചു. പിന്നീട് മുറിവ് തുന്നിക്കെട്ടി അന്ന് തന്നെ വീട്ടിലേക്ക് മടക്കി അയക്കുകയും ചെയ്തു. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞ് മുറിവ് തുന്നലെടുക്കാൻ ചെന്ന സമയത്ത് കൈവിരലിന് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. പിന്നീട് 1 മാസം കഴിഞ്ഞ സമയത്താണ് ഇത്തരത്തിൽ വിരൽ പൂർണ്ണമായും ചലനശേഷി നഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം ഇവർ അറിയുന്നത്. അതായത് വിരൽ മടക്കാനോ മറ്റൊന്നും തന്നെ സാധിക്കാത്ത അവസ്ഥയിലേക്ക് എത്തി. പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുകയാണ് ഉണ്ടായത് കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ നിന്ന്. അതായത് ഇത്തരത്തിൽ പ്ലാസ്റ്റിക് സർജറി ചെയ്ത വിഭാഗത്തിലേക്ക് ചികിത്സ തേടുന്നു. അവിടെ എത്തിയ സമയത്താണ് ചലനവള്ളി ഇത്തരത്തിൽ വലിഞ്ഞു പോയതാകാം അല്ലെങ്കിൽ അറ്റുപോയതാകാം ഈ സംഭവത്തിന് കാരണമെന്നുള്ളത് ആശുപത്രി അധികൃതർ അറിയിച്ചത്. അത് ചികിത്സാ പിഴവ് തന്നെയാണ് എന്നുള്ളതാണ് ഡോക്ടർമാർ തന്നെ കുടുംബത്തോട് പറയുകയും ചെയ്തിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കുടുംബം ഇപ്പോൾ ചികിത്സാ പിഴവ് ആരോപണവുമായി രംഗത്ത് വന്നിട്ടുള്ളത്. അതായത് ഈ ചലനവള്ളി അറ്റുപോകാൻ കാരണം കൃത്യമായ രീതിയിൽ ചികിത്സ നടത്താത്തതാണ്. ചെറിയ മുറിവിന് അതിന് വേണ്ട രീതിയിൽ ചികിത്സ നടത്തിയില്ല എന്നുള്ളതാണ് കുടുംബം പ്രധാനമായും ഉന്നയിക്കുന്ന പരാതി. അതുകൊണ്ട് തന്നെ ഡോക്ടർമാർക്കെതിരെ കർശന നടപടി വേണമെന്നും കുടുംബം ആരോപിക്കുന്നുണ്ട്. മാത്രമല്ല ഈ കുട്ടിയുടെ പഠനമടക്കം നിലവിൽ പ്രതിസന്ധിയിലാണ്. കാരണം സ്കൂളിൽ പോലും പോകാൻ കഴിയില്ല. കൈ അനക്കാൻ പാടില്ല എന്ന നിർദ്ദേശം ഡോക്ടർമാർ നൽകിയിട്ടുണ്ട്. കൈ അനക്കുകയോ മറ്റോ ചെയ്താൽ നിലവിൽ ചെയ്ത ശസ്ത്രക്രിയ, അതായത് നിലവിൽ ഇപ്പോൾ ഈ ചലനവള്ളി ഇത്തരത്തിൽ വലിഞ്ഞുപോയ ചലനവള്ളി മറ്റ് കൂട്ടിയോജിപ്പിക്കുന്ന നടപടികൾ, അത്തരമൊരു ശസ്ത്രക്രിയ കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. അതിന്റെ ഭാഗമായി 32 തുന്ന് ഈ കയ്യിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അത്തരത്തിൽ ഇനി കൈ അനക്കിയാലോ മറ്റു ഭാരമുള്ളതോ എടുക്കുകയോ ചെയ്താൽ അതുകൂടി നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ ഇപ്പോഴും കൈ പൂർണ്ണ അവസ്ഥയിലേക്ക് വന്നു എന്ന് പറയാൻ സാധിക്കില്ല, വരുമെന്നും പറയാൻ സാധിക്കില്ല. അത് ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്ത് ഒരുപക്ഷെ കൈ സാധാരണഗതിയിലേക്ക് വരാമെന്നുള്ളത് ഡോക്ടർമാർ പറയുന്നുണ്ട്. അപ്പോഴും സംശയം നിലനിൽക്കുന്നുണ്ട്.
പറയുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ എന്തായാലും കുട്ടിക്ക് ഈ വിരലിന് ചലനശേഷി ഇല്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രമല്ല കുട്ടി ചെണ്ടയടക്കമുള്ള അത്തരം കലാവാസനയുള്ള കുട്ടി കൂടിയാണ്. അത്തരത്തിലുള്ള കുട്ടിക്കാണ് ഈ സംഭവം ഉണ്ടായത്. കൈക്ക് വലിയ പ്രാധാന്യം കൂടി കുട്ടി കുടുംബവും കൊടുക്കുന്നുണ്ട്. അതായത് ഈ വിരലിന്റെ ചലനശേഷി നഷ്ടപ്പെടുമ്പോൾ കുട്ടിക്ക് ചെണ്ടയും മറ്റും അത്തരത്തിലുള്ള കലാവാസനയുള്ള കുട്ടിക്ക് അതൊരു വലിയ പ്രതിസന്ധിയാകുന്നു എന്ന് കൂടി കുടുംബം പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഡോക്ടർമാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ആരോഗ്യവകുപ്പിനടക്കം കുടുംബം പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. റോഷ്നി.